നേപ്പാളിനെ ഞെട്ടിച്ച് കാഠ്മണ്ഡുവിൽ വീണ്ടും വിമാനാപകടം. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. അപകടത്തിൽ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ സൗദി എയർലൈൻസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി 2 ജീവനക്കാരെയും 17 സാങ്കേതിക വിദഗ്ധരെയും വഹിച്ചുകൊണ്ട് വിമാനം പൊഖാറ നഗരത്തിലേക്ക് പോകുകയായിരുന്നു. അപകടത്തിൽ നിന്ന് പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത്. പൈലറ്റ് മനീഷ് ശംഖയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റ പൈലറ്റ് ചികിത്സയിലാണ്. ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ വിങ്ങുകൾ റൺവേയിൽ തട്ടി. ഇതോടെ വിമാനം മറിഞ്ഞ് തീപിടുത്തമുണ്ടാകുകയായിരുന്നു. കാഠ്മണ്ഡു പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ഫ്ലൈറ്റ് റഡാർ 24 പ്രകാരം ഏകദേശം 20 വർഷം പഴക്കമുള്ള 2 ബൊംബാർഡിയൻ CRJ-200 റീജിയണൽ ജെറ്റുകളുമായി സൗദി നേപ്പാളിൽ ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ നേപ്പാളിലെ വിനോദസഞ്ചാര നഗരമായ പൊഖാറയിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് യതി എയർലൈൻസ് വിമാനം തകർന്ന് 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 72 പേർ മരിച്ചിരുന്നു. ഇപ്പോഴുണ്ടായ വിമാനാപകടത്തിന് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അപകടത്തിന് പിന്നിൽ ചൈനീസ് ചാരന്മാരാണെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ. വിമാനത്തിന്റെ പൈലറ്റിനെ വിലക്കെടുത്ത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത അപകടമാണെന്നും പറയുന്നു. കാരണം KP ശർമ്മ ഓലി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ ചൈന കടുത്ത അമർഷത്തിലായിരുന്നു. കഴിഞ്ഞ ജൂൺ 15-നാണ് ഓലി പ്രധാനമന്ത്രിയായത്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ അടുത്ത ചങ്ങാതിയായിരുന്ന ഓലി അടുത്തിടെ ചൈനയുമായി അകന്നിരുന്നു. മാത്രമല്ല, കുറച്ചു കാലങ്ങളായി ഓലി ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിയായി മാറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാരോഹണം ചൈനയെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. നേപ്പാളിൽ ചൈന കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായും പറയുന്നുണ്ട്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പോലും ഇന്ത്യക്കെതിരെ വിവാദ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും മുൻ അധികാര സമയത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാളിന്റേതാക്കി ചിത്രീകരിക്കാനും ശ്രമിച്ചിരുന്നു. ഇതിന് ഒത്താശ ചെയ്ത ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആയിരുന്നു. പിന്നീടാണ് ഓലിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് പുറത്തുപോകേണ്ടി വന്നതും സ്വന്തമായി നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ചൈനയുമായി അകന്ന ഓലി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്നതിനിടെയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്.